ചേട്ടാ പോകണം കേട്ടോ. അല്ലാണെങ്കിൽ ഇവിടെ പൊതിച്ചുകൂടി ഇരുന്ന് ടി വി ആണ് കേട്ടോ. ടി വി കാണുന്നുണ്ട്. എന്താണ്ടൊക്കെ ക്രാഫ്റ്റ് വർക്കും പരിപാടിയൊക്കെ ഉണ്ട്. തണുപ്പാണ്. ആരെങ്കിലും ടൈമർ ഓൺ ചെയ്ത് കേട്ടോ. ഡാഡി വന്നു. ഡാഡി വന്നു. ഡാഡി വന്നു. ഡാഡി കണ്ടിന്യൂസ് ന്യൂസ് ഒക്കെ കണ്ടോണ്ടോ വന്നെ. എന്റെ ആളെന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തോ? ഇല്ലേ? അയ്യോ, മുഖ്യമന്ത്രി ഇല്ലാത്തവളേന്ന് വിളിച്ചു. ഈ വീഡിയോ എല്ലാത്തിലും റീല് മുഴുവൻ അത് തന്നെയാ, മുഖ്യമന്ത്രി ഇല്ലാത്തവളേന്ന് വിളിച്ചു. കണ്ടുപിടിക്കാൻ അതെ. എനിക്ക് പനിയായിട്ട് ഞാൻ സിക്ക് വിളിച്ചിട്ടിരിക്കുവോ. എന്നോട് ചോദിക്കാട്ടോ പനി പറഞ്ഞോന്ന്. ഞാൻ സിക്ക് വിളിച്ചു. ചേട്ടായി എല്ലാ ചാനലുകാരുടെയും വാർത്ത ഒറ്റ ഇതുപോലെ മിസ് ചെയ്യാതെ കാണാം. ഡ്യൂട്ടിയിലാണേലും ഫുൾ അപ്ഡേറ്റ് ആണ് ചേട്ടായി. ചേട്ടായി ചെവിക്കത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുന്നത്. ആ ചേട്ടായി ഞങ്ങളൊന്നും ചെയ്തില്ല ചേട്ടായി. പനി ആയതുകൊണ്ടാണ് ഒന്നും ചെയ്തില്ല. അച്ഛൻ ജസ്റ്റ് ഒരു ക്ലീനിങ് ചെയ്തോളൂ. ഞങ്ങൾ ഇപ്പോഴാ മെസ്സേജ് കണ്ടത്. ഡാഡി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. ചിക്കുവിന്റെ വീട്ടുമായിട്ട് തുണി കൊണ്ട് കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. റെയിലിന്റെ കാല് ഇങ്ങനെ തിരിഞ്ഞു പോയെന്നാ പറഞ്ഞ ട്വിസ്റ്റായിട്ട്. അങ്ങനെയല്ല, ഈ ഉളുക്കി ഇങ്ങനെ മടങ്ങി പോവില്ലേ, അങ്ങനെ. ചെറിയ നീരുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ കൊച്ചിനെ കാണിക്കണ്ടേ? അപ്പ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിച്ച് കിടക്കണത് ഞാനും ചേട്ടായും. വെയിറ്റ് കുറയണത് നമ്മുടെ പിള്ളേര്. അയ്യോ, അടുത്ത ആൾ എടുത്തോണ്ട് വരും. ഞാനും അങ്ങനെ ചെയ്യാന്ന്. എങ്ങനെ എന്ത് ചെയ്യും? ചേട്ടാ എന്തോ ഉണ്ടാക്കണ്ടെന്ന് കിട്ടാനേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഒരു പാത്രം പോലും ഞാൻ കഴുകിയില്ല. ഒരുപാട് പടി ബാക്കിയിട്ട്. അതാ ചിക്കൻ പാറ്റി ചേട്ടായി തന്നെ നമുക്ക് നല്ല കഴിഞ്ഞിട്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാഡി അതാണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നായിരുന്നു ഉണ്ടാക്കണേ? വീടായിരുന്നു കേട്ടോ. എന്റെ കാലും മടങ്ങിയതാന്ന്. നമ്മുടെ ഒരു നാടൻ കൊച്ചുണ്ട്, തനി നാടൻ. അതിന് ദൈവമേ അത് എവിടെ പോയി കിടക്കണം. അതിന് ചോറും നെയ്യുമാണ് വൈകുന്നേരം ഇഷ്ടമുള്ളൂ. വൈകുന്നേരം എന്നല്ല, എപ്പോഴും അതിന് ചോറാണ് ഇഷ്ടമുള്ളൂ. പിന്നെ മറ്റൊക്കെ കഴിക്കും, എന്നാലും അതിന് ചോറാണ് ഇഷ്ടമുള്ളൂ. ഇച്ചിരി ചോറ്
കൊച്ചിന്റെ ടാഗാതെ കൊച്ചിന്റെ ബാഗിൽ സുഖമാണ് കൊച്ചു അതെന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചത് കളഞ്ഞേക്കട്ടെ എന്ന് വെച്ചപ്പോ കൊച്ചു പറഞ്ഞു അയ്യോ വേസ്റ്റ് നാളെയല്ലേ പിന്നെ പോണേ. ചേട്ടാ ഈ സ്പൂൺ ഒന്ന് കഴുകാനിടോ. ശരിക്കും ഏത് കാലം മടങ്ങിയത്? ഇത് ചിക്കുവിന്റെ കൈവേന പോലെയാണോ? റെയിലിന് രാവിലെ ചിക്കുവിന് റൈറ്റ് ഹാൻഡ് അല്ലായിരുന്നോ, റൈറ്റ് ഷോൾഡർ അല്ലായിരുന്നോ പെയിൻ? ഉച്ചയായപ്പോ മമ്മീന്റെ അടിയിൽ ചോദിച്ചു പറയാ ലെഫ്റ്റ് ഷോൾഡറാ പെയിൻ. നടക്കാൻ പാടില്ല. ചിക്കുവിന് ഷോൾഡർ പെയിനാന്ന് പറഞ്ഞ് പോയില്ല. ഉപ്പ് കൂടിയിരുന്നു. മതിയാവൂലോ മതി. അവിടെ പോയി ഉരുണ്ട് പൊതച്ച് മൂടി കിടക്കുക. ടി വി ഓഫ് ചെയ്തിട്ട് വാ. അവിടെ ഇരുന്ന് എങ്ങനെ തിന്നണം? എങ്ങോട്ട് എഴുന്നേറ്റ് വാ. മമ്മി ഇതെവിടെ പൂച്ചയ്ക്ക് ഉരുട്ടി വെക്കാം കേട്ടോ. പൂച്ചയ്ക്ക് ഉരുട്ടി വെക്കാം. കാക്ക ഉറങ്ങുമ്പോ പൂച്ച വന്ന് തിന്നണം. ഓക്കെ. ഓഡിയോ ആയിട്ട് ഓഫ് ചെയ്തിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് തണുക്കാണ്ട്. ഹീറ്റർ ഇടണേ. ഇവിടെ വെക്ക്. വാ ഇങ്ങട്. ആ കാക്ക. അപ്പൊ പൂച്ചയല്ലായിരുന്നോ? റെയിലിന് എന്നാ കഴിക്കണേ? ബണ്ണും പാലുമാണ് റെയിലും കഴിക്കണേ. ചിക്കു ഒരുക്കി വെച്ചേക്കണിയാ. ചിക്കുന്റെ സ്ലൈഡൊക്കെ കുത്തി ഒരുക്കി വെച്ചേക്കണേനെ. ചിക്കു വാ. അതെ ഡാഡി കൊച്ചു കാക്ക ചാടാൻ പോരെ. ചെല്ല കൊണ്ടുവന്ന് വെക്കാൻ. അയ്യോ ടി വി ഓഫ് ചെയ്യാവോ? അത് ടിവിയുടെ അല്ല. ടി വി ഓഫ് ചെയ്യാവോ ഞാൻ ചോദിച്ചേ. കൈ കഴിയിട്ട് ഒന്നിട്ട് കഴിക്കണേ. ചിക്കു കാക്ക പൂച്ച കഴിച്ച് തിന്നാൻ പോവാ. തിന്നോ? പൂച്ച തിന്നു തുടങ്ങിയോ? ഓക്കെ വാ. ഇവിടെ ഇരിക്കേ. പൾപ്പ് കൊണ്ടെന്ന് വെച്ചിട്ട് വാ. ഉണ്ടോ? ചിക്കു തിന്നു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. ചിക്കു കൂട്ടി കാണണ്ടായിരിക്കും മുമ്പിലെന്നാ ഉള്ളത്. അടി ഇതൊക്കെയായിട്ടുണ്ടായി കൊണ്ടുവന്നിരുന്നേ. ഇത് ഡിവൈഡ് ചെയ്ത് 2 പോർഷൻ ആക്കണം. വേണ്ട. ശരിക്കും നമ്മള് റാപ്പായിരുന്നു എടുക്കാറ്. പക്ഷെ നമ്മുടെ റാപ്പ് തീർന്നു. അപ്പൊ നമ്മള് വേറെ രീതിയിലാക്കി. രാത്രി കിടക്കുമ്പോൾ ചോറ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ചോറ് കട്ട് ചെയ്തിട്ട് ഇതാക്കിയേക്കണേ. പക്ഷെ ശരിക്കും റാപ്പാണെങ്കിൽ നല്ലത്. ഇപ്പൊ ബ്രെഡ് കഴിക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല അല്ലേ. പിന്നെ ആ ചോറ് വേണമെന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചേട്ടായിക്ക് റെഡിയാക്കി തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. ഇതാക്കിത്താ. ഇതെനിക്ക് ഈ സാധനം ഈ ചിക്കൻ എനിക്ക് വേണം. ആക്ച്വലി ഇച്ചിരി തന്നെ കേട്ടോ. നമ്മൾ ഉച്ചക്ക് കഴിച്ച സെയിം സാധനല്ലേ. പക്ഷെ എനിക്ക് ഈ ചിക്കന്റെ പീസ് എനിക്ക് ഇത് ഇച്ചിരി ആണല്ലോ ചേട്ടായി തന്നോളൂ. ഈ സാധനം എനിക്ക് ഇച്ചിരി തന്നോളൂ. എനിക്ക് ഇച്ചിരി കൂടി തന്നെ. അത്രയും വേണമെന്നില്ലായിരുന്നു അല്ലേ. ഹാഫ്
കാലെടുത്തോ ആരുടെ കോഴിയുടെ. ഓ മൈ ഗോഡ്. എന്നാ ഭയങ്കര ചൂടാട്ടോ. കാലെടുത്തോ കോഴിയുടെ. ഈ സാധന അവക്കാഡോയും ഇതെന്നാ സാധനം വെച്ചാ ഗാർലിക് അവക്കാഡോ ഗാർലിക് സ്പ്രെഡ് പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ ഹുമ്മൂസ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും. അല്ല എന്നാലും പക്ഷെ ഈ ഹുമ്മൂസും അവക്കാഡോയൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ബ്രെഡ് ആണെങ്കിൽ അത്ര. പക്ഷെ ശരിക്കും നമ്മൾ മറ്റേ ഓൾമീൽ കഴിക്കണത്. പക്ഷെ ആ സാധനം തീർന്നുപോയി. അതെ മേടിച്ചോണ്ട് വന്നിട്ട് വേണം. ചീസിന്റെ പേരെന്നായിട്ടായി കോട്ടേജ് ചീസ് അല്ല, അത് മറ്റേ പിളപ്പിള് വന്നിരിക്കുന്നത്. അതല്ല ക്രീം ചീസ് മറ്റേ അല്ലെങ്കിൽ അങ്ങനെ സാധനം കേട്ടോ കഴിക്കാറ്. ഞാൻ പോളിടെക്നിക്ക് പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് ഇതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്കറിയാം മലയാളം. പറഞ്ഞോ എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞോ. സോറി. നമ്മള് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അതെ അവിടെ ഒരാള് പുറത്തും വെച്ച് കാക്ക കളിച്ചോണ്ടിരിക്കട്ടോ. കാക്ക കളിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് ചാടനെയാണ് ഈ കാക്ക കളിക്കാന്ന് പറഞ്ഞ കേട്ടോ. ഓക്കെ എവിടെന്നാ ചാടുവൊന്നുമില്ല അതിന്. അത് ക്രീം ചീസാ. ചീസ് കേക്ക് ഉണ്ടാക്കണോ ബേക്ക് ചെയ്യാൻ പറ്റുന്നതേ മിക്സ് ചെയ്ത് ഫാസ്റ്റോ? അയ്യോ വേണ്ട, ഫാസ്റ്റ് ആയിട്ട് പറക്കണ്ട, പതുക്കെ പറഞ്ഞാൽ സ്പീഡ് കുറച്ച് പറക്ക്. സ്പീഡ് കുറച്ച് പറക്ക്. ചിറക് വെച്ച് തന്നുള്ളൂ. പറന്നു. അയ്യോ ചിറക് വലുതാവട്ടെ എന്നിട്ട് പറക്കാം ഫാസ്റ്റ് ആയിട്ട്. സ്ലോലി പറക്കാം. ഈ പറക്കല് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ എല്ലാം പഠിപ്പിക്കും. വണ്ടിക്കകത്ത് ബലി കയറിയ അവസ്ഥയാ. പേപ്പർ കിട്ടണ കാണണം ചിക്കുവിന്റെ സൈഡില്. ചിക്കു ഡാഡി ഒരു മാഗസിൻ അവിടെ നിങ്ങൾ എടുത്തോണ്ട് വരും. അത് ചിക്കു മേടിക്കും. ചിക്കു പുറകിലിരുന്ന് നിങ്ങളുടെ ഹെവി കറണ്ട് കയറണോ ടിവിയിലാണ്. മന്ദം കമ്പനിക്ക് രണ്ട് അവള് പഠിപ്പിച്ചു കൊടുത്തു. വലിയനിധി പഠിപ്പിച്ചു കൊടുത്തു. കുഞ്ഞിനിധി അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എവിടെ വേണമെങ്കിലും കയറും. ഞങ്ങളെ പഠിപ്പിച്ച മാത്രം മതി. അത് വാക്ക് ഫ്രം ദേർ ടു ഹിയർ. Basically just a human being. ചിക്കു തന്നെ പറയിട്ടോ കളിക്കാണ്. You have to roll the whole way, not both sides. ആണോ? Yes. Well, I thought that was not mine. And I go. It's dirty. It's very dirty and dark in color. എന്നതാണ്? ബെർട്ടോ. ചിക്കു പരട്ടോ വന്നാട്ടോ. ചിക്കു പറയണേ ഏതാ ചിക്കൻ പീസ്? ഗ്രിൽഡ് ചിക്കൻ ഇങ്ങ് താട്ടെ. അയ്യോ ആ റാപ്പ് മുഴുവൻ അവള് കടിച്ചെടുത്തു. അയ്യോ ചിക്കൻ തപ്പി നോക്കോ പോണു. ചിക്കു പുറത്തോടെ കൊണ്ടുവന്ന ചേ അയ്യോ എടുക്കണ്ട. ഡാഡി എല്ലാം കഴുകി വെച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. ഡാഡിയുടെ സ്വന്തം എന്റർടൈൻമെന്റിലാ. ന്യൂസ് മുഖ്യമന്ത്രിയായോ? പുക പൊങ്ങിയില്ല. വെളുത്ത പുകയാണ്. പൊങ്ങുവോ? ആ ചുമ്മാ പറയണല്ലേ. കളിയാക്കിയതാണ്. പുക കറുത്ത പുക വെളുത്ത പുക. ചേട്ടാ പുട്ടുമയോ പുഷ് ചെയ്യണോ?
ഓക്കെ, അപ്പം എന്നാ ഡാഡി കേറി പോവാനേ. ഡാഡിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മമ്മിക്ക് പനി ചെയ്തോണ്ട് ഡാഡി പിന്നെ ഈ രാത്രി 10:30 എങ്ങോട്ട് നോക്കി സമയം എന്നായിരുന്നു? ബോൾ കളിക്കണോ? ഇത്രയല്ലേ ആയുള്ളൂ. നാളെ സ്കൂളുണ്ട് വെച്ചാ. നീ 7 മണിക്ക് എഴുന്നേറ്റോ? ഞാൻ ബോൾ കളിപ്പിക്കാം. നീ 7 മണിക്ക് എഴുന്നേക്കും, ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. അപ്പൊ നീ 7 മണിക്ക് എഴുന്നേക്കും കേട്ടോ. You wake up at 5. No problem. ചിക്കൂരയിലും കൂടെ അടിയായി. റോഡ് വെയിലും ചിക്കു ഇപ്പൊ ഒന്ന് വീണിട്ടിരിക്കുക. ഇതാണ് കേട്ടോ എനിക്ക് കഴിക്കാണ്. എന്നാ സോറി പറ, സോറി പറഞ്ഞു. ആ സോറി പോരാ. കുഞ്ഞേച്ചി സോറി പറഞ്ഞു കേട്ടോ. പോരാ, ഇനി എഴുന്നേറ്റോ. പഴം കൊടുത്തിട്ടില്ല. ഡാഡി നമുക്ക് കിടക്കുമ്പോ ഒരു ചായ, കുളിച്ചു കഴിഞ്ഞ് വരുമ്പോ ഡാഡിക്ക് ഒരു ചായ കുടിക്കും. ഡാഡി ഇതുവരെ കുളിച്ചില്ല. വന്നു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മള് വന്നു കഴിയുമ്പോൾ നടക്കൂടാ. അപ്പൊ അതിന്റെ തിരക്കും ഫുഡിങ് എല്ലാം പോരാത്തന്നെ എനിക്ക് പനി. അപ്പൊ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് രാത്രിത്തേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ഉറങ്ങൂല. ഞാൻ പോയാൽ ഒരു 12 മണി 12 വരെ ഞാനെങ്ങനെ ഇരിക്കും. അതെ, നെറ്റ്ഫ്ലിക്സില് സിനിമ കണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയേക്കോടി 2 മണി വരെ ഇരിക്കും ഡാഡി. ഞാനിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞോളൂ. അപ്പൊ അവിടെ അതൊന്ന് ഇതാവാൻ വേണ്ടിട്ട് കുറച്ച് ഇരിക്കാറ്. അത് കഴിച്ച് നമ്മൾ നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പൊ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോഴേ ഞാൻ കിടക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. അല്ല വേറെ പാട്ടല്ല. എനിക്ക് ഇരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വീടുള്ള ആള് അടുത്ത കേട്ടോ അവര് ഇപ്പൊ സ്ലൈഡ് ചെയ്യണ്ട. മതി പോയി കിടന്നുറങ്ങി. നീ ബിഗായിട്ടാ പോകണം കേട്ടോ. അപ്പൊ എന്താ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം? അവള് കെട്ടിച്ചു വിട്ടിട്ട് പോകണത്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ നോർമലായിട്ട്